അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്ത് കൂടിപ്പോയി, ഒരുപാട് പണികളുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ ഉള്ള ഡെയിലി റുട്ടീനുകളും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തു വന്നതാണ്. അപ്പോൾ ലെങ്ത് കൂടുന്നത് കണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ട് വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നല്ല അരച്ചുട്ടപ്പത്തിരി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. നല്ല ചിക്കൻ വരട്ടിയതാണ് ഇന്നത്തെ ഒരു പ്ലാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന അരി രാവിലെ വെള്ളത്തിലിട്ട് ചാക്കരി കേട്ടോ, ചാക്കരി കൊണ്ടുള്ള അരച്ചിട്ട പത്തിരിയാണ്. അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ടു, എന്നിട്ടൊരു വൈകുന്നേരം ഒരു 5 മണി 6 മണി ആ ടൈമിൽ ഞാനത് നന്നായിട്ട് പൊടിച്ച് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ നല്ല ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത് വെച്ചാൽ കറണ്ട് ഇങ്ങനെ പോവാ വരിക എന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ട്, മഴ ആയതുകൊണ്ട് ഇങ്ങനെ കറണ്ടിൻ്റെ ഒരു കളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഈ ചാക്കരിയോ പച്ചരിയോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിടുക എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും കുടുങ്ങും. ആ സമയം നോക്കുമ്പോൾ നമ്മൾ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എടുത്ത് റിസ്ക് എടുക്കണ്ടല്ലോ, സ്കൂളൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ അങ്ങനെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ല. പിന്നെ കുറച്ച് എന്താ പറയുക, വെള്ളത്തിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് സ്കൂളില്ല അല്ലേ. എന്തായാലും എനിക്ക് ഇങ്ങനെ പൊടിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. രാവിലെ വന്ന് പെട്ടെന്ന് നമുക്ക് ആ ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ കുറച്ച് ചിരണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാക്കരി പൊടിച്ചതും തേങ്ങയും നല്ല ജീരകം ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ചുടുവെള്ളം പാർന്ന് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ചുടുവെള്ളം പാർന്ന് വെക്കും, കുറച്ച് നേരം ചൂടാറിയിട്ട് നമ്മൾ കട്ടിയായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ചുടുന്നതാണ് അരച്ചുട്ടപ്പത്തിരി എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറ്. പണ്ടൊക്കെ അമ്മിമേലെ അരക്കലായിരുന്നു. ഞാൻ എൻ്റെ അവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഇവിടെ ഉള്ള അന്ന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് കേട്ടോ. രാത്രി വെള്ളത്തിലിടും ചാക്കരി, എന്നിട്ട് രാവിലെ നമ്മൾ അമ്മിമേൽ അങ്ങനെ ഇത് അരക്കും. അരച്ചിങ്ങനെ ഓരോ ഉണ്ടാകുമ്പോൾ ഒരപ്പം ചുടാനുള്ള അരക്കുമ്പോൾ ഉമ്മ അങ്ങനെ അവിടെ ഇരുന്ന് ചൂടും, ഞാനിവിടെ ഇങ്ങനെ അരക്കും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല, നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതന്നെ ഇപ്പോൾ മടിയാണ് വെള്ളത്തിലിട്ട് പൊടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളത് പിന്നെ പൊടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടു കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നത് അധികം ആരുമില്ല, ഇതും എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്തിരി ഒരു 1-2 ഗ്ലാസ് വെള്ളത്തിലിട്ടാൽ തന്നെ രാവിലത്തെ പരിപാടിക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനുള്ള പൊടി കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ചാക്കരി ആയാലും പച്ചരിയിലൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വരുമ്പോഴാണ് പുറത്തുനിന്ന് പൊടി വാങ്ങുക, പിന്നെ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങാറൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടും, പച്ചരിയൊക്കെ നല്ല അത്യാവശ്യം കിട്ടും. അപ്പോൾ അത് തന്നെ ജസ്റ്റ് അരച്ചിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഇടയിലാണ് സമയം എൻ്റെ മിഷന് ഒന്ന് ജസ്റ്റ് സ്റ്റക്കായിട്ടുണ്ട്. എന്താ അറിയില്ല, എന്നാലും അങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഒരു പിടുത്തം കേട്ടോ, തയ്ക്കാൻ കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ യൂണിഫോം 1-2 ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്, അർജൻറ്റായിട്ട് സ്കൂൾ തുറന്നതല്ലേ. യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളതാണ്. ഞാൻ വാങ്ങാറില്ല, പക്ഷേ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളോട് തയ്ച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിയ കുറച്ച് ഒരു 2-3 കൂട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. എനിക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ സമയത്ത് കൊടുക്കാഞ്ഞാൽ ഭയങ്കര എന്തോ പോലെ കേട്ടോ. കറക്റ്റായിട്ട് സമയത്ത് തന്നെ നമ്മൾ വിശ്വസിച്ച് തരുന്നതല്ലേ, അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്കിത് എൻ്റെ മിഷന് കേടാന്നപ്പോൾ ഭയങ്കര, അല്ലെങ്കിൽ ഇനി ഒന്നും തയ്ക്കാനില്ലെങ്കിലും എനിക്കെൻ്റെ മിഷൻ കേടാന്ന് ഭയങ്കര ടെൻഷനായിട്ടോ. അതവിടെ നന്നായി ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കണം എന്തെങ്കിലും തരത്തിൽ. ഇതിപ്പോൾ എന്താ മോട്ടറിനോ അതോ ആ മോട്ടർ തയ്ക്കുന്ന ആ ഒരു നമ്മൾ കാലം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സംഭവമല്ലേ, അതോ എന്തോ ഒന്നിനെന്തോ പ്രശ്നം വന്നതാണ്. അല്ലാതെ മിഷീൻ്റെ ഉള്ളിൽ നൂല് കുടുങ്ങിയ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് എന്തോ ഒരു സംഭവിച്ചതാണ്. എന്തായാലും എൻ്റെ കിട്ടിയ രാവിലെ തന്നെ അതുമ്പോൾ കൂടിയിട്ടുണ്ട്. മൂപ്പരത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇതിന് ഈ ഒരു ചവിട്ടുന്ന സാധനത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ മോട്ടറിനായിരിക്കും കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ മോട്ടറൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കിന് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അല്ലെങ്കിൽ പുതിയത് വാങ്ങാം. കുറേ ആയി ഇത് വാങ്ങിയിട്ട് കേട്ടോ. എന്തായാലും ഒരു 7-8 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഇതുവരെ അങ്ങനത്തെ കേടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇനി ഇത് കേടനാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങേണ്ടി വരും. നന്നാക്കാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ ഉള്ള ആ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതാ തിളച്ച വെള്ളം ഞാൻ ആ പൊടിയിലേക്ക് പാർന്നിട്ടുണ്ട് കേട്ടോ. പൊടിയും തേങ്ങ ചിരണ്ടിയതും നല്ല ജീരകം ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചിലരൊക്കെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടുവേ. എനിക്ക് പിന്നെ മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഇടാറില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനവിടെ വെള്ളം
പിന്നെ ചൂടുവെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേഗം ചിക്കൻ വരട്ടണം. അതായത് വലിയ കറിയായിട്ട് വെള്ളം പോലെ അല്ലാതെ ഒന്ന് ജസ്റ്റ് വരട്ടിയിട്ട് വെക്കുകയാണ്. ഈ ബീഫൊക്കെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആട്ടോ. ബീഫ് നമ്മൾ വരട്ടിയതും അരച്ചിട്ടത് പത്തിരി എന്താ അടിപൊളി ടേസ്റ്റ് അറിയോ. അതൊക്കെ പിന്നെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ വരട്ടി വെക്കാമെന്ന് കരുതി. ബീഫാണെങ്കിൽ ഫ്രിഡ്ജിൽ അവിടെ കിടക്കണുണ്ട് കേട്ടോ, ഇതുവരെ വെച്ചിട്ടില്ല. ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് വെള്ളത്തിലിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇറച്ചി കിട്ടുമല്ലോ പള്ളിക്കുന്നൊക്കെ. അത് ഞാൻ മക്കൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ആ സമയം ഐറൂസൊക്കെ ഉള്ളതുകൊണ്ട് ഐറൂസ് ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ വലിയ ഭാരമുള്ള ഒരുപാട് 1 മണിക്കൂറൊക്കെ കുറച്ച് നേരം നിന്ന് ചെയ്യാനുള്ള പണികളൊന്നും ഞാൻ ചെയ്യൂല കേട്ടോ. കാരണം അവൻ വന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഇട്ടെറിഞ്ഞ് പോകും. അപ്പോൾ ഉള്ളപ്പോൾ ഞാൻ അങ്ങനത്തെ റിസ്ക്കുകളൊന്നും എടുക്കാറില്ല. എനിക്ക് അവൻ്റെ ഒപ്പം നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ ഒന്ന് വെള്ളത്തിലിടണം എന്നൊക്കെ ഉണ്ട് പ്ലാന്. ഉള്ള ചിക്കന് ഇന്നാണ് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ അതവിടെ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഉള്ളി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണം. ഒരടുപ്പത്ത് അത് അവിടെ ഇങ്ങനെ ആവുന്നുണ്ട്, മറ്റേ അടുപ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പത്തിരി ചൂടാം. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ നമ്മൾ എന്നും ഒരുപാട് പൊടിയൊക്കെ ഉണ്ടാവും. ഞാൻ 3-4 ഗ്ലാസ് പൊടിയൊക്കെ പൊടിച്ചെടുക്കാറുണ്ട്. ഇന്ന് ആകെ വെള്ളത്തിലിട്ടത് 2.5 ഗ്ലാസ് പൊടിയാണ് അരിയാണ് കേട്ടോ. അത് പൊടിച്ചത് ഇത്തിരി പൊടിയുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ അറിയാതെ ഓർമ്മയില്ലാതെ കുറച്ച് കൂടുതൽ വെള്ളം പാർന്നു നോക്കുമ്പോൾ കുറച്ചൊരു അയഞ്ഞിട്ടുണ്ട് മാവ്. അപ്പോൾ കുറുന്നനായി വരും എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. തണുക്കുമ്പോൾ ചിലപ്പം പൊടി ഇങ്ങോട്ട് കുറുന്നനായി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആവുമെന്ന് കരുതി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേ കുറുന്നനായില്ല. ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ അങ്ങോട്ട് ചൂടാന്ന് കരുതി. പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പോവും. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചുട്ടോക്കട്ടെ. അതൊരു കൈ കൊണ്ട് പരത്തണ്ട, അത് സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടുണ്ട് നമ്മുടെ പൊടി. അപ്പോൾ ഞാൻ അങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ലതെന്ന്. നമ്മൾ കുറുന്നനായിട്ട് നമ്മൾ കട്ടിയിൽ പൊടിയാവുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അമർത്തി കൊടുത്ത് പത്തിരി ചുടുമ്പോൾ അത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ കട്ടിയായിട്ട് വരുമായിരുന്നു. കഴിക്കുമ്പോൾ കുറച്ചൊരു കട്ടി വരും. നമ്മൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ച് നേരം കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ നമ്മൾ കട്ടൻ ചായക്കൊക്കെ അതൊക്കെ ഒന്ന് കൂട്ടി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് എടുക്കൂലേ. അപ്പോൾ നോക്കുമ്പോൾ അതൊരു കട്ടിപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചുട്ടപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല, നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ ചുടാനാണ് നല്ലത്, ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി എനിക്ക് ഇങ്ങനെ ചുട്ടെടുക്കണം എന്നൊക്കെ ഉണ്ട് പ്ലാൻ കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിൽ വേവാനും ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടും വൈകുന്നേരം നമുക്ക് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ ഈ ഒരു പത്തിരി. അപ്പം അതാ ഉള്ളി ചിക്കൻ ഉള്ളി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് വാടിയ ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി ഇട്ടിട്ട് ഞാൻ ചെറിയ തീയിലൊന്ന് നന്നായിട്ട് തക്കാളി വേവുന്നവരെ അടച്ചങ്ങോട്ട് വേവിക്കും. അപ്പോൾ അതങ്ങനെ വേവുന്ന നേരം നമ്മളിവിടെ അപ്പം അവിടെ പിന്നെ വെളിച്ചെണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. ഒരു സൈഡ് വെന്ത് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ടു. ഞാൻ തീ അങ്ങനെ കുറച്ച് വെക്കൂല കേട്ടോ, കൂട്ടിയിട്ട് തന്നെ മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. 2 സൈഡ് വെന്തെടുക്കണവരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റിനും ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. നമ്മൾ ചെറിയ തീയിലാക്കിയിട്ട് അവിടെ തന്നെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറപ്പ് കൂടും, ചിലപ്പോൾ ഒരു എന്താ പറയുക കട്ടിപ്പ് കൂടുന്ന പോലെയൊക്കെ തോന്നും. ഞാൻ പെട്ടെന്ന് അങ്ങോട്ടും മറിച്ചിട്ട് ഇങ്ങനെ ആ ഒരു സോഫ്റ്റിൽ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ അങ്ങനെ പൊരിച്ചെടുക്കുന്ന നേരം നമ്മളെ മറ്റേ അടുപ്പത്ത് ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. തക്കാളിയൊക്കെ വെന്തപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനെയുള്ള ഐറ്റംസുകളും ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ചൊരു കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ. മല്ലിച്ച പുതിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ വെള്ളം അധികം പാരാതെ നമ്മൾ കുറുന്നനായിട്ടുള്ള സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ വാടി ഒക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് ആ പൊടിയുടെ പച്ചമണമൊക്കെ പോണ വരെ ജസ്റ്റ് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചുടുവെള്ളമാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പത്തിരിയെ നമ്മൾ മറക്കരുത്. നമ്മൾ പത്തിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞ് ഒരു ഭാഗം മുരിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതൊന്നും ഉണ്ടാവാതെ നമ്മളിങ്ങനെ എന്താ പറയുക ചുട്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് പൊടിക്കാറ് ചുടാറ്, ഈ ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതൊന്ന് കുറച്ച് വിശദമായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളം പാർന്നപ്പോൾ കുറച്ച് ലൂസായതുകൊണ്ട് സോഫ്റ്റ് കൂടി ടേസ്റ്റ് കൂടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി ഞാൻ അങ്ങനെ തന്നെ ചൂടാന്നൊക്കെയാണ് ഇനി എൻ്റെ പ്ലാൻ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൊരിഞ്ഞ പത്തിരിയും ബീഫ് വരട്ടിയതൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇന്ന് വേറെ കുറേ
ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. മക്കളൊക്കെ എല്ലാവരും പോയി ഒക്കെ വീടൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവരെല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു മൊത്തത്തിൽ ക്ലീനിങ് പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് അവർ പോയിട്ട് തന്നെ ആകെ മേശപ്പുറത്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്. മോളൂൻ്റെ ഉണ്ട്, നീനുവിൻ്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥാനത്ത് വെക്കണം. അവരൊക്കെ പോകുമ്പോൾ ഓലൊക്കെ ഇവിടെ വെച്ച് പോകുന്ന സാധനങ്ങളുണ്ടാവും, കൊണ്ടുപോകുന്ന സാധനങ്ങളുണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. ഒരു ദിവസം ഞാൻ അങ്ങനെ റെസ്റ്റ് എടുക്കും. അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയുക മനസ്സിന് ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ മൂടാടിയായി നടക്കും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സിനിമയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു, ഒക്കെ ഒന്ന് സെറ്റാക്കണം, എല്ലാം ഒന്ന് റെഡി ആക്കണം എന്നൊക്കെ. മഴ ആകുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കൂടെ ഒരു വൃത്തികേടായി കിടക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെ ആദ്യത്തെ അപ്പം നമ്മൾ ചുട്ടെടുത്ത്, രണ്ടാമത്തേത് വരട്ടി നമ്മൾ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ട സ്പൂൺ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കൈ കൊണ്ട് തൊടേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടി. ഞാൻ എന്താ പറയുക, ഈ ഒരു കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ മുറിഞ്ഞെടുക്കുമ്പോൾ ഉള്ളിൽ തേങ്ങയൊക്കെ ഉണ്ടായിട്ട് ആ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും തേങ്ങേൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നല്ല ബീഫും ലിവറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അതിലിങ്ങനെ കുത്തി തിന്നണതൊക്കെ. അപ്പോൾ നമ്മളിന്നതാ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വരണോ, ഈ ഒരു വെള്ളം കൂടി വറ്റി ഇങ്ങനെ വന്നാൽ മേലെ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ലേശം കറിവേപ്പില അല്ലെങ്കിൽ മല്ലിച്ച പുതിനയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്നും കൂടി അങ്ങോട്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ വെയിറ്റ് നോക്കിയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് കണ്ടോ, പഴയ ആ ഒരു 90 എന്നുള്ള വെയിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പെരുന്നാളിൻ്റെ മുന്നേ നമ്മൾ 90.8 കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും 91 മസിലൊക്കെ ഒന്ന് സ്ട്രോങ് ആയി വന്നപ്പോൾ 91 എന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ 90 കാണുന്നത്. എന്തായാലും നല്ല സന്തോഷമുണ്ട്. വീണ്ടും 90 കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി 89 എന്നുള്ള, അതായത് അക്ഷരം മാറുമ്പോൾ 9 എന്നുള്ള സംഭവത്തിൽ ഇനി 8ക്ക് വരുമ്പോൾ നമുക്കൊരു ഒന്നും കൂടി ഒരു ഹാപ്പി. നമ്മൾ 85 നമ്മുടെ ഒരു ടാർഗറ്റ്. പക്ഷേ ഇനി നമ്മുടെ മുന്നിലാകെ 40 ദിവസമുള്ളൂ. 85 ആക്കണം എന്നാണ് എൻ്റെ പ്ലാന്. നല്ല എല്ലാ ഫുഡും കഴിച്ച് എല്ലാത്തരം ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡയറ്റാണ് ഇപ്രാവശ്യം ചെയ്ത്. ഇതുവരെ നമ്മളൊരു എന്താ പറയുക, ഒരു തരത്തിലും നമ്മൾ റിസ്ക് എടുത്തില്ല. എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഡയറ്റ് പോയിട്ടുള്ളത്. 7 കിലോനെ കുറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കെന്താ എല്ലാത്തരം ഫുഡും നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെയാണ്. കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ബേക്കറി ഐറ്റംസ് മാത്രമാണ് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ചായ ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെയുള്ളൊരു ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല ഒരു സമാധാനത്തിലാട്ടോ. 100 ദിവസം കൊണ്ട് നമ്മൾ ഇനി ഒരു 5 കിലോനും കൂടി കുറക്കാൻ പറ്റും. ഇനി 40 ദിവസം കൊണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം, വേറെ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാഞ്ഞാൽ നമ്മൾ ഈ നല്ല രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതിനിടയ്ക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതുപോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പോവും. അങ്ങനെ മക്കളും എൻ്റെ മക്കൾ ഇതുമ്മ മാത്രമേ ഉള്ളൂ. ഇതുമ്മും എൻ്റെ കെട്ടിയാനൊക്കെ എന്ത് ചെയ്തു, അപ്പം പത്തിരി ചിക്കൻ കറിയൊക്കെ കഴിച്ചു. ഞാനിതാ നല്ലൊരു കപ്പ് ചായയും വാൾനട്ട് ബദാം പിന്നെ ഈത്തപ്പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കഴിക്കുമ്പോൾ ഇതുമ്മൂൻ്റെ പിത്തനാക്കലാണ് കേട്ടോ. സ്കൂളൊന്നും ഇല്ല, അതിൻ്റെ ഭയങ്കര കുരുത്തക്കേട് കൂടി ഇങ്ങനെ കുരുത്തക്കേട് കാട്ടി നടക്കുകയാണ്. സൈക്കിൾ ചവിട്ടി പോവാ വരിക എന്ന് എഴുതാനുള്ളതൊന്നും എഴുതില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചിരുത്തി അവളെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇനി സൈക്കിൾ ഓട്ടാൻ പോയാൽ മതി, പുറത്തേക്ക് കളിക്കാനൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. പത്രത്തിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക മനസ്സിലാക്കിയിട്ട് എഴുതാനൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഓരോ ദിവസം എഴുതി കൊണ്ടുവരാൻ പറയാം. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവളെ ഇരുത്തി എഴുതിപ്പിച്ച് അവൾ പോയതിന് ശേഷം ആണ് പിന്നെ നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ് പരിപാടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം മേശപ്പുറത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അടുക്കളയിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് മേശയൊക്കെ ഒന്ന് തുടച്ച് വെക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. മോളുവിൻ്റെ ഐറൂസിൻ്റെ കുറച്ച് അലക്കിയതൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ അവിടെ അലമാറയിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ മേശപ്പുറത്ത് കാണുന്ന വലിയൊരു പെട്ടി കണ്ടോ, അത് ഇതുമൂൻ്റെ ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ. പക്ഷേ ഇതുവരെ അതിലേക്കൊന്നും മടക്കി ഒതുക്കി വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ഓരോരോ പണികളായതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത് ചെയ്യണം. അതിന് മുമ്പ് അതായത് എൻ്റെ പെരുന്നാളത്തെ ഡ്രസ്സും നീനുവിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത്
വെച്ച് മടക്കി ഒതുക്കി വെച്ച് ഇനി മുകൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ മുകൾക്ക് എടുത്ത് വെച്ച് ഇവിടെ അലമാരയിൽ തന്നെ വെക്കണതൊക്കെ അലമാരയ്ക്കൊക്കെ വെച്ച് അങ്ങനെയാണ്. ഈ ഡ്രസ്സുകളാണല്ലേ പെൺകുട്ടികളായാൽ പിന്നെ ആകെയുള്ള പരിപാടി ഇതാണ്. ഡ്രസ്സുകളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ഓൽക്ക് രാത്രി ഇടാനുള്ളത് പകലിടാനുള്ളത് പാർട്ടി വെയറായിട്ടും മറ്റായിട്ടും എത്ര അലമാര ഉണ്ടാക്കിയാലും പുറത്തുണ്ടാവാനുള്ള പുറത്തുതന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ മക്കളെ ഡ്രസ്സ് പുറത്ത് കാണണ്ടല്ലോ എന്ന് പറഞ്ഞ് മുകളിൽ റൂം എടുത്തപ്പോൾ തന്നെ 2 റൂമിലും നല്ല അത്യാവശ്യം മടക്കി വെക്കാൻ മാത്രമുള്ള ഒരു 2 അലമാര എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നാലും ഉണ്ടാവും ഇവിടെ കുറേ ഉണ്ടാവും കേട്ടോ. എപ്പോഴെപ്പോഴും മുകളിലേക്ക് നമുക്കിങ്ങനെ പോകാൻ മടിയാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വീട് വെക്കും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കി മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടേബിളും കൂടി നന്നാക്കിയിട്ട് വേണം നമുക്കൊന്ന് അടിച്ച് വാരാനൊക്കെ ആയിട്ട് കേട്ടോ. ഒന്ന് അടിച്ച് വാരി തുടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലീനാക്കി വെക്കണം. അപ്പം ഏതായാലും മേശയും സോഫ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയാൽ തന്നെ നമുക്ക് മൊത്തത്തിൽ വീടൊന്ന് ക്ലീനായി നിൽക്കുമല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കാൻ. അപ്പം ഇന്ന് ചോറ് വെക്കാമെന്നൊക്കെ കരുതി കുറേ ദിവസമായി നമ്മൾ സാധാ ചോറൊക്കെ വെച്ചിട്ട് കേട്ടോ. എന്നും നെയ്ച്ചോറ് ബിരിയാണി മന്തി കുന്തി അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നെങ്കിലും ഒന്ന് എൻ്റെ കെട്ടിയവനൊന്ന് സാധാരണ ചോറ് വെച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ചോറ് താളിപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം കൂടുതൽ. അപ്പം എന്നും ഇങ്ങനെ മക്കളെ വിചാരിച്ച് ഞാൻ ഈ ചോറൊക്കെ വെക്കും. പിന്നെ ഇടയ്ക്ക് മൂപ്പരെ വിചാരിച്ചിട്ട് മൂപ്പർക്കും വെച്ച് കൊടുക്കണ്ടേ. അപ്പം അല്ലെങ്കിൽ ഇന്നെ പറ്റി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനേ എനിക്ക് കഴിയുള്ളൂ, ഇന്നെ പറ്റി ചിന്തിക്കാൻ എനിക്ക് നേരമില്ല എന്നൊക്കെ പറയും. പക്ഷേ മൂപ്പർ തന്നെ എന്നോട് പറയും എന്നാൽ മക്കൾ തിന്നൂലല്ലോ, എന്നാൽ ഈ നെയ്ച്ചോറ് തന്നെ വെച്ചാളാന്ന് പറയട്ടെ. ഞാൻ സാധാ ചോറ് വെക്കുമ്പോൾ മക്കൾ കഴിക്കൂല. അപ്പോൾ കഴിക്കാതെ വെക്കുമ്പോൾ പറയും എന്നാൽ പിന്നെ വെക്കണ്ട, സാധാരണ നെയ്ച്ചോറ് തന്നെ വെച്ചാളാന്നൊക്കെ പറയും. എന്നാലും പിന്നെയും പറയും എനിക്ക് ഒന്ന് സാധാ ചോറ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ടേബിളൊക്കെ ക്ലീനാക്കി നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് അവിടെ അടുപ്പത്ത് കറണ്ട് അടുപ്പുമ്മേൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവുന്നതായതുകൊണ്ടാണ് ഞാൻ കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടേക്കുള്ള സംഭവങ്ങളൊക്കെ ആദ്യം ഒന്ന് എടുത്ത് വെക്കാം. ഇതൊക്കെ തലേന്ന് രാത്രി നമ്മളിങ്ങനെ മോറിയിട്ട് വെക്കണ പാത്രങ്ങളാണ് കേട്ടോ. രാത്രി എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ വീതന്മേൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ മോറി വെച്ചിട്ട് രാവിലെ അങ്ങനെ എടുത്ത് വെക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ക്ലീനിങ്ങിലാണ് അതൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡ്. അപ്പോൾ ഈ ചിക്കൻ റെഡി ആയതുകൊണ്ട് ചിക്കൻ നമ്മൾ വരട്ടി വെച്ചതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിന്ന് നല്ല മുരിങ്ങയില ഇങ്ങനെ പുറത്ത് മരത്തിൽ അങ്ങനെ മുരിങ്ങയിലൻ്റെ മരം വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് നല്ല ഹൈറ്റിൽ മുരിങ്ങയില ആ ഒരു വന്നപ്പോൾ അതിൽ നിന്ന് ഒടിക്കാൻ പറ്റണില്ല. ഇല ഒടിക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടി കളഞ്ഞിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തൂമ്പായിട്ട് നല്ല തൂമ്പായിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു രീതി കളറിലുള്ള മുരിങ്ങയില കാണുമ്പോൾ വേഗം പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് അതിട്ടിട്ട് ഒന്ന് താളിപ്പ് ഉണ്ടാക്കാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. അതായത് കഞ്ഞിവെള്ളമൊക്കെ പറഞ്ഞിട്ടുള്ള താളിപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ പ്ലാന്. അപ്പോൾ ഞാനിതാ നമ്മുടെ വീതനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചു. ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ അടുക്കളയും ക്ലീനാവും. ഇനി മൊത്തത്തിലൊന്ന് അടിച്ച് വാരി തുടച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇപ്പോൾ തന്നെ നോക്കിയപ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി അടിച്ച് വാരി തുടക്കണ വീഡിയോ കാണിക്കണ്ടാന്ന്. പക്ഷേ ഞാൻ അടിച്ചു വാരി അടുക്കളയിൽ എത്തിയപ്പോൾ മോള് വീഡിയോ കോൾ ചെയ്തു കേട്ടോ. മോള് വീഡിയോ കോൾ ചെയ്ത് പിന്നെ അങ്ങനെ ഓളോട് സംസാരിച്ചിരുന്നു കുറേ നേരം ആയതുകൊണ്ട് തുടക്കാൻ പറ്റിയില്ല. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുടക്കാമെന്നൊക്കെ കരുതി പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വന്നു. അടിച്ചു വാരിയിട്ടിട്ടേ ഉള്ളൂ തുടക്കം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് തുടച്ചത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞില്ല ആ സമയത്ത്. അപ്പോഴേക്കും പിന്നെ ഓള് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചപ്പോഴേക്കും പിന്നെ സമയം കഴിഞ്ഞു. ഇനി ചോറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കണ്ടേ. അപ്പോൾ ചോറാവില്ല എന്ന് കരുതി പിന്നെ വേഗം ചോറുണ്ടാക്കാനുള്ള ആ ഒരു സംഭവത്തിലേക്ക് അങ്ങോട്ട് നിന്നിട്ടോ. മുരിങ്ങയിലൊക്കെ ഒടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ട നല്ല കളറുണ്ട്, പച്ച ഒരു കളർ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കരുതി മുട്ട ഈ മുരിങ്ങയിലിട്ടിട്ട് മുട്ട ഇട്ടാണ്ട് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ചേ ഞാൻ ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കരുതി ഇതുകൊണ്ട് താളിപ്പന ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ ചോറൂറ്റി വെച്ചു. ഇനി നമുക്ക് മുരിങ്ങയില ഊരാം. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ ക്യാബേജൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ എന്തോ ഒരു മടി. ഞാൻ ക്യാബേജ് ഉണ്ടാക്കണോ എന്ന് എൻ്റെ കെട്ടിയനോട് ചോദിച്ചപ്പോൾ
കുഴപ്പമില്ല, എങ്കിൽ ഉപ്പേരി അങ്ങനെ വേണമെന്നില്ല, മുരിങ്ങൻ്റെ ഇല ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതന്നെ മതി എന്ന് വിചാരിച്ചു. താളിപ്പും ചോറും ചിക്കൻ വരട്ടിയതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. പിന്നെ അച്ചാറുണ്ട്, തൈരുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഊരിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടാണ് താളിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ അരിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങ ഇലയൊക്കെ ഊരിയതിന് ശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞ് ഇതാ ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് വറ്റൽമുളക് ഇടാനുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നമ്മളെ ഈ പച്ചമുളക് ഇടുന്നതിന് പകരം വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താളിപ്പ് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഞാൻ ആ ചിക്കൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ മേലേക്ക് ഇട്ടുകൊടുത്ത് നല്ല നെയ്യൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളി ഇങ്ങനെ ജസ്റ്റ് മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ താളിപ്പിന് ഈ ഒരു കഞ്ഞിവെള്ളം കുറുന്നനുള്ള അതൊന്ന് ഇളക്കിയിട്ടാണ് കേട്ടോ ഞാൻ കഞ്ഞിവെള്ളം പാർന്നത്. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു. അത് തിളച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ആദ്യം ഉച്ചക്ക് മാത്രമേ കഴിക്കുള്ളൂ. വൈകുന്നേരം പിന്നെ ഓട്സോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിക്കനൊക്കെ എടുത്ത് കട്ടെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് കഴിക്കണ ഇഷ്ടമുള്ളവരുണ്ടോ? എൻ്റെ മെയിൻ പ്രശ്നം അതാണ് കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ ഫുഡ് കാര്യമായിട്ട് ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ നടന്ന് കഴിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. എന്നാലും ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത്. കാരണം അതാണ് നമ്മളെ വെയിറ്റ് കൂട്ടുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ തോന്നിയിട്ട് ചിക്കൻ്റെ ലിവറോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ താളിപ്പൊക്കെ ആയി. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഇതും സൈക്കിളൊക്കെ ചവിട്ടി കൊയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ സൈക്കിൾ ഓട്ടാൻ പോയപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ചതാണ്. പിന്നെ ആ നിക്കർ അവൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്ന് ഇടുന്ന ട്രൗസറും ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിച്ച് ഉടുപ്പൊക്കെ ഇട്ടെടുത്തിട്ട് പറഞ്ഞയച്ചതായിരുന്നു. അപ്പോൾ 1-2 റൗണ്ട് അവൾ സൈക്കിളൊക്കെ ചവിട്ടി വന്ന് ഇനി കളിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് വയക്കൊക്കെ പറഞ്ഞ് ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ അവളിപ്പോൾ സാധാ ചോറ് വെച്ചത് കൊണ്ട് തന്നെ അത് വേണ്ട, പത്തിരി മതി, രാവിലത്തെ പത്തിരി മതി എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പത്തിരി തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ എന്താ കഴിച്ചത്? ബദാമും പിന്നെ ഈത്തപ്പഴവും ആ ഒരു വാൾനട്ടും ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പ് തോന്നി. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കുറേ പണികളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇപ്പോഴും നല്ല സോഫ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ചുട്ടപ്പം ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ കുറച്ചൊരു കട്ടിപ്പ് വരും. അപ്പോൾ ഇതൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചൊരു വെള്ളം ലൂസായിട്ട് ഒപ്പം ചൂടാം അല്ലേ. അങ്ങനെ മൂപ്പർക്ക് അത് ആ താളിപ്പൊക്കെ പാർന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാനിതാ ഈ ഒരു ചിക്കൻ്റെ ആ ഒരു എന്തായാലും പറയാം നല്ല ഗ്രേവിയും അപ്പൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്ന് കഴിച്ചപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് മുരിങ്ങയില ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിച്ചത്. അപ്പോൾ ഇത് അരിഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ കരുതി ഇനി വൈകുന്നേരം ഒന്നും കഴിക്കണ്ട, ഇതിങ്ങനെ നിർത്താം എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. കാരണം നമ്മളിനി ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കണം അല്ലേ. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇനിയിപ്പോൾ ഏകദേശം ഒരു 40 ദിവസമുള്ളൂ. അപ്പോൾ ഒരു 40 ദിവസം ഇല്ല ഇനി. അപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ ഇൻ്റർമീഡിയറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. 2 നേരം മാത്രം ഫുഡ് കഴിച്ച് അപ്പോൾ ഒരു മാസം അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നേരെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ മിഷൻ്റെ മോട്ടർ ജസ്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൊണ്ടുവന്നൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കിയിട്ടോ. പക്ഷേ കുറച്ച് നേരം തയ്ച്ചപ്പോൾ വീണ്ടും അത് നിന്നു കേട്ടോ. അപ്പോൾ എനിക്കിതാണ് ഈ യൂണിഫോമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം പക്ഷേ കഴിഞ്ഞില്ല, കാരണം വീണ്ടും അത് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് വന്നാലും ഒന്നും കൂടി കൊണ്ടുപോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. ഇതിപ്പോൾ സമയം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 മുട്ട ഇതുപോലെ ഉള്ളിയൊക്കെ വാട്ടി നല്ല തക്കാളിയൊക്കെ ഇട്ടിട്ട് 2 മുട്ട ഇങ്ങനെ ഇതേപോലെ ചിക്കാക്കി എടുത്ത്. അപ്പോൾ കറണ്ട് പോയതാണ് കേട്ടോ. കറണ്ട് വരിക പോവുക എന്നുള്ള സംഭവം കറണ്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ക്ലിയർ പറഞ്ഞത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിത് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാട്ടത്, ആ ഒരു മധുരമൊക്കെ ഇട്ടിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ അതും കൂട്ടിയാണ് ഞാൻ പിന്നെ വൈകുന്നേരം ഒരു 5:30-6 മണി ആ ഒരു സമയത്താണ് ഞാൻ ഇത് കഴിച്ചത്. ഇത് കഴിച്ചിട്ടാണ് ഇന്നത്തെ ഫുഡ് നിർത്തിയത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇനി നാളെ കൂടുമെന്ന് അറിയില്ല, 89 കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് കഴിച്ചതാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നാളെ മുതൽ ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കണം എന്നൊക്കെയാണ് പ്ലാൻ. അതെന്താണെന്ന് നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.